ഒരാളൊരു ചെറിയൊരു ചേഞ്ച് എടുക്കുകയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ അവിടെ ഉണ്ടാക്കാം. 2021 ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഞാൻ ബിൽഡ് ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഡെഡിക്കേറ്റഡ് ഇക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ആണെന്ന്. ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെയാണ് ഞാൻ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ബ്രാൻഡിങ് ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പം നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വെൽ ബ്രാൻഡഡ് ആയി മാർക്കറ്റിൽ എത്തുന്നത് കാണുമ്പോൾ ഐ എം സോ പ്രൗഡ്. പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഒഴിവാക്കുന്നത് വലിയൊരു കാര്യമാണ്. മീൻസ് നമ്മൾ ചിന്തിക്കത്തില്ല, ഒരു പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഒരു 5000 വർഷമൊക്കെ എടുക്കും ഡീകമ്പോസ് ചെയ്ത് പോകാനായിട്ട്. അപ്പം അത്രയും വേസ്റ്റ് അവിടെ തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബിഗ് സ്കെയിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഒരു ഈക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് തീമിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഐ തോട്ട് എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. എനിക്കന്ന് ഹിന്ദി ഒന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ബായി അതൊക്കെ പറഞ്ഞൊപ്പിച്ച് ഒരു 100 പീസ് എടുക്കാനുള്ള പൈസ അമ്മയാണ് തരുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ അമ്മ പൈസ തന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നില്ല. +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ പോകണമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ ബിസിനസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല ഇത് ഫ്രണ്ടിലോട്ട് ഞാൻ ഇത് തന്നെയാണോ ചെയ്യുന്നത് എന്നൊരു തീരുമാനമൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ദിസ് തിങ്സ് മേക്സ് മീ ഹാപ്പി. അപ്പം എനിക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടം. പ്ലാസ്റ്റിക് കുറേ നാൾ യൂസ് ചെയ്യുമ്പം ഇൻഫെക്ഷനൊക്കെ വരും നമ്മുടെ ഗംസിലൊക്കെ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തെങ്കിലും അൾസർ പോലത്തുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇത് ഈ ഒരു കെമിക്കലിലൂടെയാണ് വരുന്നത്. അത് പലർക്കും അറിയത്തില്ല. ഒരാളുടെ ലൈഫിൽ എത്ര ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമായിരിക്കും ഒരാൾ നമ്മുടെ ഫുൾ ലൈഫ് സ്പാൻ. ഇപ്പം 6 മന്ത്സ് ആൾക്കാർ ചേഞ്ച് ചെയ്യും. ചിലർ 1 ഇയറൊക്കെ ഒരു ടൂത്ത് ബ്രഷ് തന്നെ യൂസ് ചെയ്യും. അങ്ങനെ നോക്കുവാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ കൂടുതലായിരിക്കും. ഫസ്റ്റ് ഞാൻ ഒരാളെ കണ്ടായിരുന്നു, സംസാരിച്ചത് നിൻ്റെ ഐഡിയ ഒക്കെ ഒന്ന് സംസാരിച്ചു. പുള്ളി പറഞ്ഞത് ആദ്യം +2 കഴിയട്ടെ, പോയൊരു ബിസിനസ് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ പറയുന്നതായിട്ടുണ്ട് 0 ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണും. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കാം എന്നൊരു തോട്ട് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ഹൈ ക്ലാസ് പീപ്പിൾ ആയിരിക്കും അങ്ങനെ കൂടുതലും സസ്റ്റൈനബിൾ തിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു സാധാരണ ഒരാൾ ചിന്തിക്കും ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം ഇത് ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തിരുത്തണമെന്നുണ്ടായിരുന്നു. നോക്യാപ്പ് ന്യൂസിനൊപ്പം യുവ സംരംഭകനും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ആകാശ് അഖിലേഷാണ് അതിഥിയായിട്ടിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. 17ാമത്തെ വയസ്സിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു യുവ സംരംഭകനാണ്. ഇപ്പോൾ 4-5 വർഷം ആവുന്നു. എന്താണ് ഇപ്പോഴത്തെ ഗ്രീൻ ലവേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ്? ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു 4 to 5 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വളർന്നിട്ടുണ്ട് നമ്മുടെ ബിസിനസ്. പിന്നെ ബിസിനസ്സിലുപരി നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പ്രകൃതിക്ക് വേണ്ടിയാണെങ്കിലും ഈ ഒരു നാടിന് വേണ്ടിയാണെങ്കിലും. 2000 രൂപയ്ക്കാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ 2000 രൂപയ്ക്ക് 17ാമത്തെ വയസ്സിൽ ഗ്രീൻ ലവേഴ്സ്, അതും പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഒരുപക്ഷെ ആകാശിൻ്റെ സ്റ്റോറി ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്ന പലർക്കും ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ? ഞാൻ ലോക്ക്ഡൗൺ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ 2000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും വീട്ടിൽ നിന്നാണ് പൈസ തരുന്നത് അന്ന്. അപ്പം ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ജസ്റ്റ് ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലാണ് യൂട്യൂബിൽ ഒരു ആഡ് വരുന്നത്, ടൂത്ത് ബ്രഷിൻ്റെ, ബാംബു ടൂത്ത് ബ്രഷ്. അപ്പം എനിക്കും ഒരു കൗതുകമായി. മീൻസ് നമ്മളിതുവരെ കണ്ടിട്ടില്ല ഈ പ്രോഡക്റ്റ് നാട്ടിൽ നമ്മുടെ കേരളത്തിൽ. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇതെങ്ങനെ വിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സെല്ലറിനെ ഞാൻ കണ്ടുപിടിക്കുന്നു. ഹിന്ദിയാണെന്ന് പറയുന്നത് അവർ. അപ്പോൾ എനിക്കന്ന് ഹിന്ദി ഒന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ബായി അതൊക്കെ പറഞ്ഞൊപ്പിച്ച് ഒരു 100 പീസ് എടുക്കാനുള്ള പൈസ അമ്മയാണ് തരുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ അമ്മ പൈസ തന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നില്ല. ആൻഡ് അവർ പൈസ തന്നു. അപ്പം ഞാനത് അയച്ചു കൊടുത്തു. എന്നിട്ട് സാധനം എത്തി. പിന്നെ ഇത് എങ്ങനെ വിൽക്കണമല്ലോ, 100 എണ്ണം എടുത്ത് വെച്ചേക്കുവാണ് ടൂത്ത് ബ്രഷ്. പിന്നെ അന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അമ്മ വീട്ടിൽ ഇ കൊമേഴ്സ് പോലെ. ഫേസ്ബുക്കും ലോക്ക്ഡൗൺ ടൈമിൽ ഫേസ്ബുക്ക് ആണല്ലോ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റഗ്രാം വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അതിൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അമ്മ ചെടിയൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇട്ട് നോക്കാം, ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഒരു 2 weeks കൊണ്ട് തന്നെ 100 പീസ് വിറ്റ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കിതൊരു ബിസിനസ് ആക്കാം.
നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു നല്ല കാര്യമാണ്. പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഒഴിവാക്കുന്നത് വലിയൊരു കാര്യമാണ്. മീൻസ് നമ്മൾ ചിന്തിക്കത്തില്ല, ഒരു പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഒരു 5000 വർഷമൊക്കെ എടുക്കും ഡീകമ്പോസ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അത്രയും വേസ്റ്റ് അവിടെ തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബിഗ് സ്കെയിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല, ഒരു ഈക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് തീമിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഐ തോട്ട് എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഗ്രീൻ ലവേഴ്സിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്രൊഡക്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് ടൂത്ത് ബ്രഷ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും. അവർ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് അവർ പിന്നെയും വന്ന് വാങ്ങിക്കും. അപ്പോഴാണ് അതൊരു ബിസിനസ്, അല്ലെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആണ്, സാധനം ഇൻട്രസ്റ്റ്ഫുൾ ആണ്. അപ്പം അതാണ് ഏറ്റവും ബിസിനസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ പ്രാവശ്യം വിൽക്കുമല്ല, ആൾക്കാർ തിരിച്ചു വന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ നമ്മളിപ്പോൾ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദുബായ്, UK, പിന്നെ നമ്മൾ ഖത്തർ, ഒമാനിലോട്ടൊക്കെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എന്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇത് ഞാൻ ബിസിനസ് തുടങ്ങണം എന്ന് പ്ലാൻഡ് ആയിരുന്നില്ല ഒരിക്കലും. എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്. +1 +2 ടൈമാണത്. അപ്പം ഇത് +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ പോകണമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അന്ന്. അപ്പം ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ ബിസിനസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല ഇനി ഫ്രണ്ടിലോട്ട് ഞാൻ ഇത് തന്നെയാണോ ചെയ്യുന്നത് എന്നൊരു തീരുമാനമൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ദിസ് തിങ്സ് മേക്സ് മീ ഹാപ്പി. അപ്പം എനിക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടം. ജോലി ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അല്ലേ. പല ആൾക്കാരും പറയും ബിസിനസ് പഠിച്ച് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാതെ ബിസിനസ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല, നമുക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടും. ഇതെപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു റിസ്ക് ഫാക്ടർ ഇല്ല അവിടെ. അന്ന് ആ ഒരു 100 ബ്രഷ് ഒരുപക്ഷെ വിൽക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു? അതോട് മേ ബി സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യും ഉറപ്പായിട്ടും. ഓൺലൈനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നീട് ഇപ്പോൾ ഓഫ്ലൈനിലും കൂടെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ശരിക്കും ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ സാധ്യത എത്രത്തോളം ആകാശിന്റെ ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്? സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം ആദ്യം ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പം ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. ഒന്നാമത് നമ്മൾ ഓറൽ ചെയ്യുന്നതാണിത്. അപ്പം ആൾക്കാർക്ക് ഡൗട്ട് വരും, ഇത് ഉപയോഗിച്ചാൽ വായിക്കാത്ത എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമോ, പുതിയൊരു സാധനമാണ്, പ്ലാസ്റ്റിക് എല്ലാവരും യൂസ് ചെയ്യുന്നത്, കൺവെൻഷൻ ടൂത്ത് ബ്രഷ് മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ട് ഇവരിത് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ കുറേ അവയർനെസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അതിലൂടെയൊക്കെ. അപ്പം ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നി, കുറേ ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് മാറുന്നുണ്ട്, കുറേ പേര് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ സാധനങ്ങൾ. അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുവാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ ആളിങ്ങനെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഇറ്റ്സ് വെരി യൂസ്ഫുൾ സോഷ്യൽ മീഡിയ. ബ്രഷ് അല്ലാതെ പിന്നീട് കോംബ്, ബോട്ടിൽ, അതൊക്കെ പിന്നീട് വന്നതായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൂത്ത് ബ്രഷ് ആണ്. ഒരു ടൂത്ത് ബ്രഷിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് വുഡാണോ യൂസ് ചെയ്യുന്നത്? അതിന്റെ ഹാൻഡിൽ ഫുൾ ബാംബു ആണ്. ഓക്കെ. പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിസിൽസ് നൈലോൺ ആണ്, BPA ഫ്രീ നൈലോൺ. BPA എന്ന് വെച്ചാൽ ബിസ്ഫിനോൾ എ, അതൊരു കെമിക്കലാണ്, അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നോർമൽ ടൂത്ത് ബ്രഷിലെല്ലാം അതും ഉണ്ട്. അപ്പം ചിലർക്ക് പ്ലാസ്റ്റിക് കുറേ നാൾ യൂസ് ചെയ്യുമ്പം ഇൻഫെക്ഷൻ ഒക്കെ വരും നമ്മുടെ ഗംസിലൊക്കെ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തെങ്കിലും അൾസർ പോലത്തുള്ള സാധനങ്ങളാണ്, പക്ഷേ ഇത് ഈ ഒരു കെമിക്കലിലൂടെയാണ് വരുന്നത്. അത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ആ ഒരു കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യാതെ ഉള്ള നൈലോണാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ്ലി സുരക്ഷ മീൻസ് പ്രൊട്ടക്ട്ഫുൾ ആണ്. ഇപ്പൊ മലയാളികൾ ശീലങ്ങൾ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഗ്രീൻ ലവേഴ്സ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ആ ശീലങ്ങൾ മാറ്റുക എന്നുള്ളത് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ആകാശിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അവർ 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. മീൻസ് എന്തിനു മാറ്റണം, അല്ലെങ്കിൽ ഇത്രയും നാൾ ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ള നമുക്കത് മനസ്സിലാകത്തില്ല. നമ്മളൊരു ഇപ്പം ചെറിയൊരു ചേഞ്ച് നമ്മൾ ചെയ്യുന്നു, ഒരു ടൂത്ത് ബ്രഷ് മാറ്റുക. അപ്പൊ അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ. കാരണം ഒരു സിംഗിൾ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഒരാൾ മാറ്റുമ്പം അത്രത്തോളം വേസ്റ്റ് അവിടെ ഒഴിവാകുന്നുണ്ട്. മീൻസ് ഒരാളുടെ ലൈഫിൽ എത്ര ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമായിരിക്കും ഒരാൾ നമ്മുടെ ഫുൾ ലൈഫ് സ്പാൻ. ഇപ്പം 6 മന്ത്സ് ആൾക്കാർ ചേഞ്ച് ചെയ്യും, ചിലർ 1 year ഒക്കെ ഒരു ടൂത്ത് ബ്രഷ് തന്നെ യൂസ് ചെയ്യും. അങ്ങനെ നോക്കുവാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ കൂടുതലായിരിക്കും. അപ്പം ഒരാളൊരു ചെറിയൊരു ചേഞ്ച് എടുക്കുവാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ അവിടെ ഉണ്ടാക്കാം നമുക്ക്. ഇപ്പൊ ഗ്രീൻ ലവേഴ്സിന്റെ പ്രൊഡക്റ്റുകൾ തന്നെ എത്ര ഒരു കാലയളവ് വരെ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയുണ്ട്? അങ്ങനെയില്ല, നമുക്ക് ടൂത്ത് ബ്രഷ് നോർമൽ ടൂത്ത് ബ്രഷ് പോലെ തന്നെ 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2026 അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ഗ്രീൻ ലവേഴ്സിന്റെ പുതിയ എന്തെങ്കിലും ഇന്നോവേഷൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇവിടെ തുടങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനുകളൊക്കെ? മാനുഫാക്ചറിങ് തുടങ്ങണമെന്ന് പ്ലാൻ ഉണ്ട്, പക്ഷേ ഈ ഇയർ എന്തായാലും പറ്റുമെന്ന് അറിയത്തില്ല. വിത്തിൻ 5 years മേ ബി കാണും. ആൻഡ്
പിന്നെ ഇപ്പം എൻ്റെ ഓഫീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. അപ്പം അവിടെ പണി നടക്കുന്നു. അപ്പം അങ്ങനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റണം എന്നുണ്ട് ഈ ഒരു മാസം തന്നെ. ഒരു 17 വയസ്സുകാരൻ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഇപ്പോൾ ഗ്രീൻ ലവേഴ്സിൻ്റെ കൂടെ ഇത്ര സ്റ്റാഫ് ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ പാക്കിങ് അല്ലാതെ ഡെലിവറിങ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ? നമുക്കിപ്പം 6 സ്റ്റാഫ് ഉണ്ട്. മീൻസ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ്, മീൻസ് കൊറിയർ പാക്കിങ്ങിനായി കൂടുതൽ നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സാണ് വരുന്നത്. അതായത് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ഓൺലൈൻ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കൂടുതലും സ്ത്രീകളാണ് അവിടെ. നമ്മൾ ഇപ്പോൾ ഒരു വുമൺ എംപവർമെന്റ് ആയാലും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാനുഫാക്ചറിംഗ് ഒക്കെ പുറത്തുനിന്ന് തന്നെയാണോ? അതെ, ഇപ്പോഴും കറന്റ് പുറത്തുനിന്നാണ് ചെയ്യിക്കുന്നത്. പിന്നെ ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യും. ഓൺലൈനിലാണോ കൂടുതൽ സാധ്യതയുള്ളത്, ഓഫ്ലൈനിലാണോ ഇപ്പോൾ കൂടുതൽ സാധ്യതകളുള്ളത്? അത് ഡിപ്പെൻസ് അപ്പോൺ പ്രോഡക്റ്റ്. ഇപ്പം ഒരു പാക്കേജ്ഡ് ജ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിരിക്കും കൂടുതൽ പോകുന്നത്. നമ്മുടെ ആൾക്കാരൊന്നും അങ്ങനെ ഓൺലൈനിൽ പോയി ജ്യൂസ് വാങ്ങിക്കത്തില്ല. അപ്പം അത് ഓരോ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ആൾക്കാർക്ക് അറിയാത്ത ഒരു പ്രൊഡക്റ്റാണ്. അപ്പം കടയിൽ ചെന്ന് ഇത് ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഇതിനൊരു വിസിബിലിറ്റി കൂട്ടണം. അപ്പം അത് കൂട്ടാനായിട്ട് ഓൺലൈൻ ഈസ് ദ ബെസ്റ്റ്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഒന്ന് അവെയർ ആയ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞ് കഴിയുമ്പം ഓഫ്ലൈൻ ഇറക്കിയാലും ആൾക്കാർ വന്ന് ചോദിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നവരുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ക്ലയൻസ് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ. അപ്പോൾ അത്തരത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിനക്ക് തുടങ്ങണോ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നമ്മളൊരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളത് ചെറിയ പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു സ്പേസിലേക്ക് എത്തി മുന്നിലുള്ള ആളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം റിസ്ക് എലമെന്റ് ആയിരുന്നു? ഇത് ഫസ്റ്റ് ഞാൻ ഒരാളെ കണ്ടായിരുന്നു, സംസാരിച്ചത് നിന്റെ ഐഡിയ ഒക്കെ ഒന്ന് സംസാരിച്ചു. പുള്ളി പറഞ്ഞത് ആദ്യം +2 കഴിയട്ടെ, പോയൊരു ബിസിനസ് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോഴേ ഭയങ്കര നെഗറ്റീവായി പോയി. കാരണം ഞാൻ എന്തെങ്കിലും ഒന്നൊരു പുഷ് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയതാണ്. അപ്പം പുള്ളി അങ്ങനെ പറഞ്ഞപ്പം ഒരു 10-15 മിനിറ്റ് എനിക്കൊരു നെഗറ്റീവ് അടിച്ചു. പിന്നെ എടുത്ത് വിട്ടുകളാ, ആ ഒരു മൈൻഡായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ കുറേ ഇതുണ്ടായിട്ടുണ്ട്. ആൾക്കാർ കാണുന്നില്ല. ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ മെസ്സേജിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ കോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ആൾ കാണുന്നില്ല. കാണുമ്പോഴാണ് അറിയുന്നത് ഇത്ര ചെറിയതാണോ, എങ്ങനെയാ ബിസിനസ് ചെയ്യുന്നത്, എല്ലാം അറിയാവോ എന്നുള്ള ഒരു മൈൻഡിൽ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ശരിക്കും പ്രായം ഒരു മാറ്റർ ആണോ? ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ടൈം ഉണ്ടല്ലോ. ഇതിപ്പം എന്തെങ്കിലും പോയി കഴിഞ്ഞാലും ഐ ക്യാൻ റീബിൽഡ് ഇറ്റ്. മീൻസ് പിന്നെ എനിക്കത് ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. റിസ്ക് ഫാക്ടർ കുറവായിരിക്കും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കുറേ നാൾ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ഏജ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഇതിനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു ഡ്രീം കാണുമായിരിക്കും എവിടെയെങ്കിലും നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന്. അപ്പം അതിലോട്ട് എത്തിപ്പെടാൻ ഏറ്റവും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ബിസിനസ്സിന്റെ തന്നെ നമ്മുടെ വളർച്ച പല രീതിയിലുണ്ടാവും. ചിലപ്പോൾ ഒരേ ഗ്രാഫിൽ പോയിട്ട് പെട്ടെന്ന് ഉയരാം, പെട്ടെന്ന് താവാനൊക്കെ സാധ്യതയുണ്ട്. ശരിക്കും ഗ്രീൻ ലവേഴ്സ് 2021 തുടങ്ങി ഇപ്പോൾ 2026 വെച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രോത്തിന് എങ്ങനെയാണ്? ഞങ്ങൾ ആക്ച്വലി സ്ലോ ഗ്രോത്ത് ആണ് ഇപ്പം. അത് തന്നെയാണോ ആഗ്രഹിക്കുന്നത്? കാരണം സസ്റ്റൈനബിൾ ആയിട്ട് ചെറുക്കെ ഗ്രോ ചെയ്താൽ മതി. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പം തന്നെ ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 4 years ആയി. 4 years പടയെന്ന് പറഞ്ഞാൽ പോയേ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുവാ ചെയ്തതെന്നുള്ളതിൻ്റെ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായി? ഇപ്പം വലിയൊരു ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷേ നമ്മളിപ്പം ചെയ്യുന്ന ഒരു ഇമ്പാക്ട്ഫുൾ ബിസിനസ്സാണ്. അപ്പം അതിന് ഗ്രോത്ത് എപ്പോഴും കുറവായിരിക്കും, അതിപ്പോൾ എവിടെ നോക്കിയാലും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കണ്ടാൽ ചെറുതാണെങ്കിലും അതിൻ്റെ ബാക്കിൽ കുറേ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആകാശാണ് ഇത്തരത്തിൽ ഒരു ബ്രാൻഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ഇപ്പൊ റീലുകളിലൂടെയൊക്കെ ആണെങ്കിലും ഇത്തരത്തിൽ വുഡിന്റെ കോമ്പും അങ്ങനെ ഒരുപാട് കണ്ടിരുന്നു. അപ്പോൾ ആകാശിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇത്തരത്തിൽ മറ്റു ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, ചെറിയ പ്രായമുള്ള കുട്ടികൾ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മേ ബി എന്റെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാവാം. കുറെ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്, ഇത് കണ്ട് ഇൻസ്പയർ ആയി സ്റ്റാർട്ട് ചെയ്താണ്. കുറെ ആൾക്കാർ അങ്ങനെ വന്നിട്ടും പറയാത്തവരും ഉണ്ട്. പിന്നെ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു ബിസിനസ് എത്തിക്സ് വെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം
സാധനം എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നൊരാൾ ചോദിക്കുവാണെങ്കിൽ ഈ പിന്നടുത്തു നിന്നാണ് ഞാൻ സാധനം എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ അവർ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തന്നെ പഠിച്ചായിരിക്കും നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാലും നമുക്കത് തിരുത്തി ആ മിസ്റ്റേക്കിലോട്ട് പിന്നെയും പോവാതെ ഫ്രണ്ടിലോട്ട് പോകണം. അപ്പം ഒരാളിപ്പോൾ സാധനം എവിടെ നിന്ന് എടുക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇപ്പം എനിക്കങ്ങ് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. മീൻസ് ഞാൻ ഇന്നടത്തുള്ള സാധനം എടുക്കുന്നത്. അപ്പം ഈസി ആയില്ലേ ബിസിനസ് അവർക്ക് അവിടുത്തെ സാധനം എടുത്ത് അവരുടെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെല് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് കുറേ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയ കുട്ടികള് ആകാശില് ഇൻസ്പയർ ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് മുന്നോട്ട് വരാൻ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ശരിക്കും ഈ 2000 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 0 ഇൻവെസ്റ്റ്മെന്റില് ഒരു മൂലധനത്തില് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള സാധ്യത ശരിക്കും ഈ ഒരു ഇന്നത്തെ കാലത്ത് എത്രത്തോളം? 0 ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ പറയുന്നതായിട്ടുണ്ട് 0 ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കാണും. ഇപ്പം ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ കൂടെ നമുക്കിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കാനാണെങ്കിലും വൈഫൈ കണക്ഷൻ ആണെങ്കിലും അതിനെല്ലാം പൈസ വേണം. പൈസ ഇല്ലാതെ നമുക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിപ്പം തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണെങ്കിലും എമൗണ്ട് വേണം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. കുറേ ആൾക്കാർ ഇങ്ങനെ തെറ്റായിട്ട് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അവരെ ഇൻഫ്ലുവൻസ് ആയി വരാൻ വേണ്ടിയിട്ട് കുറേ ഇതുപോലെ ക്ലിക്ക് ബെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയാറുണ്ട് 0 ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഐ വിൽ സേ ഡെഫിനറ്റ്ലി നോ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുക എന്നൊരു കാര്യം ഇപ്പൊ പല ബ്രാൻഡുകളും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ ആ ഇൻഫ്ലുവൻസേഴ്സ് അത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതെ ആയിരിക്കും ഒരുപക്ഷെ പരസ്യങ്ങൾ ചെയ്യുന്നത്. കാരണം പിന്നീട് ആ പ്രൊഡക്റ്റുമായിട്ട് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരിക. അതേപോലെ ഗ്രീൻ ലവേഴ്സ് അത്തരത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയും പരസ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. അന്ന് ഞാൻ തന്നെ ആയിരുന്നില്ല ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പം എനിക്കത്ര ഐഡിയ ഇല്ല. ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ബാക്കിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ചോദിച്ചു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതൊന്ന് വീഡിയോ ചെയ്ത് തരാമോ? അപ്പോൾ അവർ യെസ് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർ യൂസ് ചെയ്ത് നോക്കിയിട്ടല്ല അല്ല നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ അവർ പെയ്ഡ് പ്രൊമോഷനാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എമൗണ്ട് കൊടുക്കുവാണെങ്കിൽ അവരത് യൂസ് ചെയ്യണമെന്ന് ചില ആൾക്കാർ യൂസ് ചെയ്യും. മീൻസ് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, കാരണം എൻ്റെ ഓഡിയൻസിന് എനിക്ക് മിസ്ലീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എമൗണ്ട് എത്ര വേണമെങ്കിലും കൊടുത്താൽ മതി, അവരെന്ത് കാര്യമാണെങ്കിലും പ്രൊമോട്ട് ചെയ്ത് തരും. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പൈസ കൊടുത്തിട്ടല്ല ചെയ്യിപ്പിച്ച്, ജസ്റ്റ് കൊടുത്തു. അവർ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ ആവാം. പക്ഷേ അവരൊന്ന് വീഡിയോ ചെയ്ത് തന്നു. അത് ഹെൽപ്ഫുൾ ആയിരുന്നു, കാരണം പുതിയ പ്രോഡക്റ്റ് ആണ്, കുറേ ആൾക്കാർ അറിയുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഫസ്റ്റ് ചെയ്തിരുന്നു, ഇപ്പം നമ്മൾ ചെയ്യത്തില്ല. അല്ലാതെ ജെനുവിൻ ഫീഡ്ബാക്കുകളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ഗ്രീൻ ലവേഴ്സിന്? ഫീഡ്ബാക്ക് കുറേ വരാറുണ്ട്. ഇങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തവരൊക്കെ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, നല്ലതാണ്, കോംബായാലും യൂസ് ചെയ്ത് എഫക്റ്റീവ് ആണ്, ഡാൻഡ്രഫ് ഒക്കെ പോയി എന്നൊക്കെ പറയാറുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും. പക്ഷെ പിന്നീട് നമ്മൾ വളർന്നു വരുന്ന വഴിക്ക് നമ്മൾ അതൊന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമായിരുന്നു? ഇല്ല, ബിസിനസ്സേ തുടങ്ങണമെന്നൊരു നിർബന്ധം ഇല്ലായിരുന്നു. മീൻസ് അറിയത്തില്ല ബിസിനസ് തുടങ്ങാൻ പോവാണോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 2-3 മാസം ഇത് ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണോ, ഇങ്ങനെ തന്നെയാണോ ബിസിനസ് ചെയ്യേണ്ടേ എന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓക്കെ ഞാൻ ബിസിനസ് ചെയ്യുവാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അത് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ പ്രൊഡക്റ്റ് എടുക്കുന്നു, സെല്ല് ചെയ്യുന്നു. അങ്ങനെയാണ് ബിസിനസ് പഠിച്ചത്. ഫുള്ള് പഠിച്ചിട്ടില്ല, സ്റ്റിൽ ലേണിംഗ്, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല ഇക്കോ ഫ്രണ്ട്ലി ബിസിനസ് തന്നെ തുടങ്ങണം എന്ന് നിർബന്ധമില്ല. ഞാൻ തുടങ്ങുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ ആൾക്കാർക്കാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനാണെങ്കിലും ദോഷമൊന്നും ചെയ്യരുത്, ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ എക്സ്പെൻസീവ് ആയിരിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ. പുറത്തൊക്കെ സസ്റ്റൈനബിൾ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം അവിടുത്തെ ആൾക്കാർ മീൻസ് കുറേ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അവിടെ, സസ്റ്റൈനബിൾ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അതായത് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും അത് ഒത്തിരി യൂസ് ചെയ്യുന്നത്. അവരുടെ ക്ലാസ് ഓഫ് ലിവിങ്ങും വ്യത്യസ്തമാണ്. അതെ, അപ്പം നമ്മൾ ചിന്തിക്കുമ്പം ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കാം എന്നൊരു തോട്ട് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ഹൈ ക്ലാസ് പീപ്പിൾ ആയിരിക്കും അങ്ങനെ കൂടുതലും സസ്റ്റൈനബിൾ തിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു സാധാരണ ഒരാൾ ചിന്തിക്കും ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം ഇത് ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തിരുത്തണമെന്നുണ്ടായിരുന്നു, എക്സ്പെൻസീവ് എന്നുള്ളത് മാറ്റി അഫോർഡബിൾ ആക്കണമെന്നുണ്ടായിരുന്നു. പുറത്ത് ഒരുപാട് എക്സിബിഷൻ ഒക്കെ നടത്തിയതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു ഗ്രീൻ ലവറിന്റെ. അപ്പൊ അത്തരത്തിൽ എക്സിബിഷൻ നടത്തുമ്പോൾ
ഇതിന്റെ സെയിൽ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ നമുക്ക് ഓൺ സൈറ്റ് സെയിലാണ് നടക്കുന്നത്. അപ്പം ഓൾറെഡി ഞാൻ ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഈ ബിസിനസ് അല്ലെങ്കിൽ എക്സിബിഷനാണ് കൂടുതലും പോവാറുള്ളത്. അപ്പം ഒന്നെങ്കിൽ ഞാൻ തന്നെ പോവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിടുക ചെയ്യാറുള്ളത്. അവിടെ അങ്ങനെ സെയിലിംഗ് നടക്കും. ആകാശ് ഒരു ബിസിനസ്മാൻ എന്നല്ലാതെ മറ്റ് +2 കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു, അല്ലാതെ എന്താണ് പഠിച്ചത്? ഞാൻ BSc ഓണേഴ്സ് അഗ്രികൾച്ചറാണ് പഠിച്ചത്, പാരൽ യൂണിവേഴ്സിറ്റി ഗുജറാത്ത്, 4 ഇയർ ഗ്രാജുവേഷൻ. ഇനി നെക്സ്റ്റ് ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് തന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ. പിന്നെ മേ ബി ഒരു PG എടുക്കും. കോണ്ടന്റ് ക്രിയേഷനിലും ആകാശ് ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ ഒക്കെ ചെയ്യാനുള്ള ഒരു അത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് റിയാക്ട് ചെയ്യുന്നതല്ല. ആസ് എ ഹ്യൂമൻ ബീങ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റ് കാണുമല്ലോ. ഇപ്പം അതായത് നമ്മുടെ ഒരു പോയിന്റ് ആയിരിക്കത്തില്ല ബാക്കിയുള്ളവരുടെ പോയിന്റ്, അങ്ങനെ. അപ്പം എൻ്റെ പോയിന്റ് ഞാൻ പറയുമ്പം പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തവർ എന്തെങ്കിലും കമന്റ് ചെയ്യുമ്പം ഞാനും അങ്ങനെ റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അത്തരത്തില് ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ സ്റ്റോറി എന്തോ കണ്ടിരുന്നു, ഒരുപാട് സ്പാം കോൾസും മെസ്സേജസും ഭീഷണികളൊക്കെ വന്നിരുന്നു. അതെന്തായിരുന്നു ഇൻസിഡന്റ്? അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയതായി പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ഇതായിരുന്നു, രാമക്ഷേത്രത്തിന്റെ ഒരു സംഭവമായിരുന്നു. അപ്പം അവിടെ എന്തോ, അപ്പം ഞാൻ ജസ്റ്റ് കമന്റ് ഇട്ടു, ഇത്ര വലിയ അമ്പലം പെടുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലോ സ്കൂളോ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അത്രയും പോവർട്ടി ഉള്ള ഇന്ത്യയിൽ ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ പോവർട്ടി ഈസ് ദെയർ. ഞാൻ ഗുജറാത്തിലായിരുന്നു, അപ്പം അതെനിക്കറിയാം. സിറ്റി സൈഡൊക്കെ വെൽ ഡെവലപ്ഡ് ആണ്. ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഡെയിലി വേജസ് 60-70 റുപ്പീസിന് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. പെർ ഡേ കൂലി കിട്ടുന്നത് 70 രൂപ 80 രൂപ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഇങ്ങനൊരു രാജ്യത്ത് വലിയ ക്ഷേത്രം പണിതിനേക്കാൾ നല്ല അവിടെ ഒരു വലിയ സ്കൂളോ ഹോസ്പിറ്റലോ ഒക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാ. അപ്പം അതിന് കുറെ റിപ്ലൈ വന്നു, കുറെ നോർത്തിലുള്ള ആൾക്കാർ. മുഖമുള്ള ഐഡികളായിരുന്നു? ഇല്ല, അതെല്ലാം ഫേക്ക് ഐഡീസാ. മുഖം കാണിച്ച് സംസാരിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ. അപ്പം ഞാൻ എൻ്റെ മുഖം കാണിച്ച് സംസാരിച്ചു, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം കുറെ കോള് വന്നു, എൻ്റെ നമ്പർ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്ത് കുറെ കോള് വന്നു, ഭീഷണിപ്പെടുത്തുന്നു, സോറി പറയണം, സോറി പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യണം, അങ്ങനെയൊക്കെ. ഞാൻ ട്രെയിനിലായിരുന്നു അന്ന്, ഞാൻ ഗുജറാത്തിലോട്ട് തിരിച്ചു പോവാണ്. അപ്പം അങ്ങനെ പേടി തോന്നിയായിരുന്നോ? ചെറിയ പേടി തോന്നി. ട്രെയിനിലല്ലേ, അപ്പം ഈ നമ്പരൊക്കെ കിട്ടി വിളിച്ചു, അങ്ങനെ കുറച്ച് ജസ്റ്റ് ഒരു ടെൻഷൻ, അത്രേ ഉള്ളൂ. 2026 ഗ്രീൻ ലവറിന്റെ ഒരു മോട്ടീവ് എന്താണ്? മോട്ടീവ് നമ്മളിപ്പോൾ എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ഇക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഒരു വേൾഡിൽ പല സ്ഥലത്തും എത്തിപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു ഡ്രീമുണ്ട്. സോ 2026 മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യും.